ഹലോ ആൻഡ് പ്രൈസ് ഗോഡ് എവരി വൺ. ദിസ് ജോർജി എം അലക്സിയോസ്. ഒരു പ്രത്യേക ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ടാണ് ഇപ്രകാരം യൂട്യൂബിൽ ഈ സമയത്ത് ഇങ്ങനെ വരുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മീഡിയയിലുമൊക്കെ നിങ്ങൾ വാച്ച് ചെയ്ത് കാണും. ഡീഗോ ഗാർസിയ എന്ന് പറയുന്ന ഇന്ത്യൻ ഓഷനിലെ ആ ഒരു ഐലൻഡിൽ, ഒരു ദ്വീപിൽ ഒത്തിരി അധികം അമേരിക്കയുടെ ആ ഫയർ പവറിൻ്റെ ആ കോൺസെൻട്രേഷൻ, ഒത്തിരി അധികം അവരുടെ യുദ്ധവിമാനങ്ങൾ ആ ഒരു ഐലൻഡിലേക്ക് വന്ന് ഇറങ്ങിയിരിക്കുക. അതും ക്ലിയർ ആയിട്ടുള്ള നമ്പേഴ്സ് പറഞ്ഞാൽ 6 B-2 Spirit സ്റ്റെൽത്ത് ബോംബേഴ്സ്, 8 B-52 സ്ട്രാറ്റോഫോർട്രസ് ബോംബേഴ്സ്, 7 ബോയിങ് C-17 ഗ്ലോബ് മാസ്റ്റർ 3, 10 ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കേഴ്സ്, 1 P-8A പൊസൈഡൺ, 1 B-1 ലാൻസർ സ്ട്രാറ്റജിക് ബോംബർ. ഇത്രയധികം കൺസർവേറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ആണ്. ഇനിയും യുദ്ധവിമാനങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അമേരിക്കയുടെ ഒരു 40% സ്ട്രാറ്റജിക് ബോംബേഴ്സ് ഇത്രയധികം ഒരു സ്ഥലത്ത് കേന്ദ്രീകൃതമായി കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ തന്നെ എന്തോ ഒരു അർത്ഥം അതിൻ്റെ പിമ്പിലുണ്ട്. അപ്പോൾ നാം എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറാൻ്റെ കാര്യമാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം. ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടേഴ്സ് അവരിപ്പോൾ പറയുന്നതനുസരിച്ച് ഇറാൻ ആവശ്യത്തിനധികം യുറേനിയം എൻട്രി ചെയ്ത് വരികയാണ്. അവർക്കിനിയും ഒരാഴ്ചയോ 2 ആഴ്ചയോ മതി 6 ന്യൂക്ലിയർ ബോംബ്സ് വേണമെങ്കിൽ ഉണ്ടാക്കാം. അത് ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രംപിൻ്റെ ഒരു ലെറ്റർ വന്നായിട്ടുള്ള രീതിയിലൊക്കെ നമ്മൾ അറിഞ്ഞു കാണും. ട്രംപ് ഒരു ലെറ്റർ ഇറാന്റെ ഭരണകൂടത്തിന് കൊടുത്തിരുന്നു. 2 മാസം ഡെഡ് ലൈൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ ആണവ കരാറുമായിട്ടുള്ള രീതിയിൽ സഹകരിക്കുക, ഇല്ല എങ്കിൽ വ്യോമാക്രമണം ഉണ്ടാവും. അതായത് അവർ പറയുന്നത് ഈ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഇൻസ്പെക്ടേഴ്സ് വന്ന് ഇറാന്റെ ആണവ സൈറ്റുകളെല്ലാം പരിശോധിച്ചിട്ട് എന്തെല്ലാമാണോ പ്രശ്നമായിട്ടുള്ളത്, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു ബോംബ് ഉണ്ടാക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ അതിനെ ഇറാൻ തന്നെ നശിപ്പിക്കുക, അല്ലാതുള്ള കാര്യങ്ങൾ വെറുതെ വിടും. അപ്പം അങ്ങനെ സഹകരിക്കുക, ഇല്ല എങ്കിൽ ട്രംപ് പറഞ്ഞിരിക്കുന്നത് വലിയ ബോംബുകൾ, ഇത്രയും നാളും കാണാത്ത ലെവലിലുള്ള ബോംബുകളായിരിക്കും ഇറാന്റെ ഈ ആണവ സൈറ്റിന്റെ മേൽ വീഴുവാൻ പോകുന്നത്. അപ്പോൾ ട്രംപ് വളരെ സീരിയസ് ആണ്. ഇത്രയധികം ഫയർ പവർ യുദ്ധവിമാനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ അവർ അവരുടെ ഡിഫൻസ് സിസ്റ്റംസും ബൂസ്റ്റ് ചെയ്തിരിക്കുക. ഒത്തിരിയും പാട്രിയോട്ട് ബാറ്ററി മിസൈൽ ഡിഫൻസ് സിസ്റ്റവും പിന്നെ താഡ് മിസൈൽ ഡിഫൻസ് ബാറ്ററീസും എല്ലാം തന്നെ ഈ അമേരിക്കൻ ബേസുകൾ എവിടെല്ലാം ഉണ്ടോ മിഡിൽ ഈസ്റ്റിൽ അങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെയും കൂടെ രാത്രിയിൽ ഒത്തിരി അധികം US കാർഗോ പ്ലെയിൻസ് മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ ആ ബേസുകളിലേക്ക് ഒഴുകിയെത്തുക. അതും ശ്രദ്ധിക്കണം, അവർക്ക് മറ്റ് രാജ്യങ്ങളിലെല്ലാം അവർക്ക് ബേസ് ഉണ്ട്. ഉദാഹരണത്തിന് ഖത്തർ പോലുള്ള രാജ്യങ്ങളിലെല്ലാം അവർക്ക് ബേസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്നൊന്നും അവർ ഇപ്രകാരമുള്ള ഒരു ആക്രമണം ഇറാന്റെ മേൽ നടത്താത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇറാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയിരിക്കുക. അപ്പൊ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് എന്തെങ്കിലും അമേരിക്ക ചെയ്താൽ തന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുവാൻ വേണ്ടി ആ രാജ്യങ്ങളുടെ മേലും കൂടെ ഇറാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ അഴിച്ചുവിടും. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക നേരിട്ട് കാര്യങ്ങൾ ചെയ്യുവാൻ ഇപ്രകാരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. അപ്പോൾ US ഓൾറെഡി ഹൂതികളെ കൈകാര്യം ചെയ്തു വരിക. കാരണം ഇറാന്റെ മേൽ ഒരു ആക്രമണം വന്നാൽ മറ്റൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ തന്നെ അവർക്ക് ആ ഒരു കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഹൂതികളെ നേരത്തെ തന്നെ കൈകാര്യം ചെയ്തേ വരുള്ളൂ. കാരണം ഹൂതികൾ ഇറാന്റെ പകരക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ അവരെ നന്നായിട്ട് ഇപ്പോൾ അമേരിക്ക കൈകാര്യം ചെയ്ത് വന്നുകൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇസ്രയേലിൽ നിന്ന് തന്നെ ഓൾറെഡി കൺഫേംഡ് റിപ്പോർട്ട്സ് ഉണ്ട്. അതായത് നെതന്യാഹു, ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന സോഴ്സസിൽ നിന്നുള്ള റിപ്പോർട്ടാണ് താമസിയാതെ തന്നെ ഇസ്രയേൽ തന്നെ ഇറാന്റെ ആണവ പദ്ധതികളെ ഇല്ലാതാക്കുവാനുള്ള ആക്രമണം നടത്തിയേക്കാവും. അപ്പൊ എന്തായാലും കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. ഖമേനി എന്ന് പറയുന്ന ഇറാന്റെ ലീഡർ ട്രംപിന്റെ ഈ ലെറ്ററൊക്കെ കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതുമായിട്ടൊന്നും സഹകരിക്കില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ട്രംപ് ഇപ്രകാരം ഇത്രയധികം ഫയർ പവറിനെ ആ ഡീഗോ ഗാർസിയ എന്ന് പറയുന്ന ബ്രിട്ടന്റെ കീഴിലുള്ള ഒരു ബേസ് ആണ്, അത് ലീസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അമേരിക്കൻ നേവിക്കാണ്. അതുകൊണ്ടാണ് അവർക്ക് ഫുൾ സ്വാതന്ത്ര്യവും അവിടെ ഉണ്ട്, അവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുവാൻ. എന്തായാലും മിഡിൽ ഈസ്റ്റിൻ്റെ ആ ഫേസ്, വെസ്റ്റ് ഏഷ്യയുടെ ഫേസ് വളരെ ഫാസ്റ്റായിട്ട് തന്നെ മാറുകയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്രകാരമുള്ളൊരു ആക്രമണം നടത്തിയാൽ ഇറാന്റെ ഭരണകൂടം ടോപ്പിൾ ഡൗൺ ചെയ്യാനാണോ? അല്ല, ഇറാന്റെ ആണവ പദ്ധതികളെ ഇല്ലാതാക്കുക. കാരണം ഇന്നലെയും കൂടെ അയ്യത്തുള്ള ഖമേനി, ഇറാന്റെ ആത്മീക നേതാവ്, പറഞ്ഞത് ഇസ്രയേൽ എന്ന രാജ്യത്തെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കണം, അതാണ് നമ്മുടെ മോറൽ ഡ്യൂട്ടി, നമ്മുടെ ദൗത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു ആണവശക്തി ആയാൽ അവർ ആ ബോംബ് ഇസ്രയേലിന് നേരെ പ്രയോഗിക്കും. അത് ഇസ്രയേലോ അമേരിക്കയോ അനുവദിക്കില്ല. കാരണം അങ്ങനെ തന്നെയാണ്
ദൈവമക്കളായിട്ടുള്ളവർ ബൈബിൾ പഠിക്കുന്നവർക്ക് മനസ്സിലാകുന്നത്. കാരണം ഇറാൻ ഇപ്രകാരം ഒരു സ്ട്രൈക്കിൽ അവരുടെ ആണവ പദ്ധതികളെല്ലാം ഇല്ലാതായാൽ പിന്നീട് അവർ അമേരിക്ക ക്ഷയിക്കുവാൻ വേണ്ടി നോക്കിയിരിക്കും. അങ്ങനെ അമേരിക്ക കുറച്ചുനാൾ കഴിയുമ്പോൾ ക്ഷീണിച്ചു കഴിയുമ്പോൾ അവർ റഷ്യയുടെയും ടർക്കിയോടൊപ്പം ചേർന്ന് ഇസ്രയേലിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി വരും. അത് നമ്മൾ ബൈബിളിൽ കാണുന്നത് യഹസ്കേൽ 38-ാമത്തെ അധ്യായത്തിലാണ്. അപ്പം കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് നീങ്ങി വരികയാണ് പ്രിയമുള്ളവരെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ അന്ത്യകാലത്തെ സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ നിന്ന് നാം വീക്ഷിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കണം നാം എത്രയും അടുക്കുന്നു, ഉൽപ്രാവണമൊക്കെ അത്രയും കൂടെ അടുക്കുന്നു. എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്, നിങ്ങൾ ഇപ്രകാരമുള്ള കണ്ടന്റ്, അതായത് എൻഡ് ടൈം ഇവൻറ്റ്സ് ഫ്രം എ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ്, ബൈബിൾ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് അന്ത്യകാല സംഭവങ്ങൾ ഞാൻ ഇപ്രകാരം ഷെയർ ചെയ്യുന്നതിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഈ വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം, മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കഴിഞ്ഞ ദിവസം ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. കാലിഫോർണിയയിലെ ഒരു മുസ്ലിം ഇമാം, അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ 2 ബില്യൺ ആളുകളുണ്ട്, ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെയും പല സോഷ്യൽ മീഡിയ അൽഗോരിതം ഞങ്ങൾക്ക് മാറ്റുവാൻ സാധിക്കും, കാരണം ഞങ്ങളുടെ ആളുകൾ അപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ കയ്യിൽ ഇപ്രകാരമുള്ള കണ്ടന്റ് തരുമ്പോൾ നിങ്ങളും ഇതിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം, കാണുവാൻ വേണ്ടി പറയണം. ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനലിലെ ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യുക, എൻഗേജ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും കൂടെ സത്യം എത്തുവാൻ നാം ഒരുമിച്ച് പ്രവർത്തിക്കാം. അതുകൊണ്ട് ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ് യു ആൾ.